ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നെത്തോലി അഥവാ കൊഴുവ കൊണ്ടുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ. ഈ റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഇനി കൊഴുവ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നെത്തോലി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റോസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ ബെസ്റ്റാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ടൊരു 1/2 കിലോളം നെത്തോലി ഉണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് മീനിൽ അരപ്പെല്ലാം ഒന്ന് പിടിക്കണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാം മിക്സായിട്ടുണ്ട്. അടുത്തായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 7 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 10 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ഇതൊന്ന് ചതച്ച് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരപ്പുരട്ടിയിരിക്കുന്ന മീനുണ്ടല്ലോ, മീൻ ഇതിലേക്കൊന്ന് നിരത്തി കൊടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് വറുത്തെടുത്തത് കേട്ടോ. അതൊന്ന് നിരത്തി നന്നായിട്ടൊന്ന് നമ്മൾ സാധാരണ നെത്തോലി വറുക്കത്തില്ലേ, അതുപോലെ ഒന്ന് വറുത്തെടുക്കാം. പകുതി ഞാൻ ആദ്യം ഇട്ട് കൊടുത്തു, പകുതി രണ്ടാമതിട്ട്, അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് വറുത്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഒരു സൈഡൊന്ന് റെഡിയായി വരട്ടെ. ഒരു സൈഡൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം തിരിച്ചിട്ട് കൊടുക്കാം. കുറേശ്ശെ എടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം അത്രയ്ക്ക് അങ്ങ് മൊരിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. എങ്കിലും 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുമ്പോഴത്തേക്കും ഇത് റെഡിയാവും. അപ്പം ഒരു സൈഡ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമ്മുടെ മീൻ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീനെല്ലാം എന്താ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. മീനെല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്ന എണ്ണയിലേക്ക് ബാലൻസ് ഇരിക്കുന്ന മീനും കൂടി ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. നിരത്തിയിട്ട് ഇതുപോലെ തന്നെ ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് വറുത്ത് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ രണ്ടാമതിട്ട മീനും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. കോരി മാറ്റി അതേ പാനിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ എണ്ണയാണ് ചേർത്തത്. ആ എണ്ണയിലേക്ക് ഒരു വലിയ സവോള ഇട്ട് കൊടുക്കാം. സവോളയൊന്ന് വാടി കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങ് മൂക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഈ സമയത്ത് ഒരു 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. അപ്പോൾ സവോളയും പച്ചമുളകും എല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് മൂത്ത് വരണം. മുളക് ചതച്ച മുളകിൻ്റെയും ഉള്ളിയുടെയൊക്കെ ഒരു മൂത്ത മണം വരും. അതുവരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അരപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ മീൻ വറുക്കാൻ നേരം ഉപ്പ് ചേർത്തിരുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി 1-2 പൊടികളൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ ഗരം മസാല പൗഡറോ അല്ലെങ്കിൽ പെരുംജീരകം പൊടിച്ചതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല.
അത് ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്താൽ നല്ലതാണ്, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം, കുറച്ച് മാത്രം മതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിവെള്ളം ചേർത്തിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ കേട്ടോ, അത്രയും മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം, തിളച്ച് വരണം. ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിനി മീൻ ഇതിലേക്ക് ചേർക്കാനുള്ളതല്ലേ, അപ്പോൾ ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് അരപ്പൊക്കെ തിളച്ചുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നെത്തോലി ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പെല്ലാം മീനിൽ പിടിക്കണം, അതേ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ, നമ്മൾ വറുത്തതായതുകൊണ്ടേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഈ അരപ്പൊക്കെ ഒന്ന് മീനകത്തൊന്ന് പിടിക്കണമല്ലോ, അതിന് വേണ്ടി. അപ്പോൾ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നെത്തോലി റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.